ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് പാർട്ട് 1 ഇൻഡിവിജ്വൽസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ടാക്സ് റിലേറ്റഡ് ആയിട്ടാണ്. സോ ഈ ടാക്സിൽ നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കലും അതേപോലെ തന്നെ തിയറിയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണ്. ഓക്കെ, സോ നമുക്ക് തിയറി ആയിട്ട് കുറേ സെറ്റ്സ് ഓഫ് ഗൈഡ് ലൈൻസും റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അതേപോലെ ന്യൂമറിക്കലായിട്ട് ടാക്സിൻ്റെ കാൽക്കുലേഷനും പഠിക്കാനുണ്ടാവും. സോ ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ബ്ലെൻഡാണ് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പോർഷൻ 1040 അല്ലെങ്കിൽ 1040 എന്ന് പറയുന്ന ഫോമിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്ക്രീൻ കാണുന്ന പോലെ തന്നെ പവർ ഓഫ് വിഷ്വലൈസേഷൻ. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾക്ക് അന്ന് രാത്രി തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. കാരണം അന്ന് പഠിച്ച സാധനം നമ്മളെ മൈൻഡിൽ ഫീഡഡ് ആയിരിക്കും, നമ്മളെ മൈൻഡിൽ എന്തെങ്കിലും അത് അവിടെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ എക്സാംസിന് വരുന്നത്. നമ്മളിപ്പം പഠിക്കുന്ന സാധനം ചിലപ്പോൾ 2, 3, 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടാവുക. സോ ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് നമ്മൾ പഠിച്ച സാധനം ഓർമ്മ വരണമെന്നില്ല, നമ്മൾ മൈൻഡിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യം പഠിക്കുന്ന സമയത്തും വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് എന്തുകൊണ്ട് ഇവിടെ ഇത്രയും ഹൈ പ്രയോറിറ്റി ആയിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സേഷനാണ് ടു ബി വെരി ഹോണസ്റ്റ് കുറച്ച് ബോറിംഗ് ആണ്. കാരണം കുറേ നമ്പേഴ്സും കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൺസെപ്ച്വലി ഇപ്പം കോസ്റ്റിങ്ങും വേരിയൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന പോലെ ഇത്ര ഡെപ്തിൽ ഇറങ്ങി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനൊന്നും നമുക്കില്ല. കുറേ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യണം, കുറേ നമ്പർ ക്രഞ്ചിങ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡാണല്ലോ വരുന്നത്. അപ്പം ബോറിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ആ ക്യാരക്ടറിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പം കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും. സോ ത്രൂ ഔട്ട് ദിസ് കോഴ്സ് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് ഏതൊരു കാര്യം പഠിക്കുന്ന സമയത്തും വിഷ്വലൈസ് ചെയ്തിട്ടായിരിക്കണം പഠിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൂവിങ് ഫോർവേഡ് ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ട് 1 ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഈ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഒറ്റ ഫോം, അതായത് ഈ ഒരു ഫോം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഞാൻ ആക്ച്വലി IRSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ ഒരു ഒറ്റ ഫോമാണ് ഇതിൻ്റെ മേജർ ചങ്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഹോൾ പാർട്ട് 1ൻ്റെ മേജർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ്. സോ ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എൻറ്റയർ സിലബസ് തന്നെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഒറ്റ ഫോമാണേ ഉള്ളൂ? അല്ല, ഫോംസ് കുറേ ഉണ്ട്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോംസ്, കാരണം ബാക്കിയുള്ള എല്ലാ ഫോംസും പോയിൻ്റ് ഔട്ട് ചെയ്ത് എൻലി നമ്മൾ എത്തുന്നത് ഈ ഫോമിലേക്കായിരിക്കും, 1040. സോ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോം, അതായത് 2025 ഫോം ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാം, വാക്ക് ത്രൂ ചെയ്തുതരാം. ആൻഡ് ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനെ കൊണ്ടൊരു കാര്യമില്ല. കാരണം ആസ് ഓഫ് നോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. സോ ഇത് എന്താണെന്നുള്ളൊരു വേഗ് അണ്ടർസ്റ്റാൻഡിങ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വാക്ക് ത്രൂ ആണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ US ടാക്സ് ഇയർ എന്ന് പറയുന്നത് 1 ജാനുവരി തൊട്ട് 31 ഡിസംബർ വരെയാണ്. 1 ജാനുവരി തൊട്ട് 31 ഡിസംബർ വരെയാണ്. മീൻവൈൽ ഇന്ത്യയിലാണെങ്കിലോ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയാണ്. ഇങ്ങനെ ഓരോ രാജ്യത്തും മാറും. ആൻഡ് US ഫോളോ ചെയ്യുന്ന എന്താണ്, ഒറിജിനൽ കലണ്ടർ ഇയർ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മേജർലി വരുന്നത് പല സെഗ്മെൻ്റ് ആയിട്ടാണ്. ആൻഡ് ഈ ഒരു ഫോം 2 പേജിലായിട്ടാണ് ഉള്ളത്. അപ്പം മേജർലി ഈ ഒരു ഏരിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളാണ്, നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, SS നമ്പർ, അതേപോലെ സിപ്പ് കോഡ്, സ്റ്റേറ്റ്, അങ്ങനെ കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫയലിംഗ് സ്റ്റാറ്റസ് കണ്ട്. അപ്പം ആസ് ഓഫ് നോ എന്താണ് ഫയലിംഗ് സ്റ്റാറ്റസ്, ഏതൊക്കെ രീതിയിലുള്ള ഫയലിംഗ് സ്റ്റാറ്റസ് ആണ് അമേരിക്കയിൽ ഉള്ളത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിംഗ് സ്റ്റാറ്റസ് കൊടുക്കണം. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. സോ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. അതാവാൻ വേണ്ടിയിട്ട് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. സോ അവരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മേജർ ഏരിയയിലേക്ക് വരുന്നത് നമ്മുടെ ഇൻകം. സോ ഈ ഇൻകം റിലേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു വോളിയം കണ്ടോ, കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ആൻസറബിൾ ആണ്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ 2 പേജുള്ള ഒരു ഫോം ഫയൽ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു EA-കാരൻ്റെ ആവശ്യമുണ്ടോ, സ്വന്തമായിട്ട് ചെയ്താൽ പോരെ, സാധിക്കും. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് എന്ത് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് പോയി സമീപിക്കുന്നത്.
ഓക്കെ. സോ ഇൻകം, ഈ ഇൻകത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പറയാണ്ട്. ഇപ്പം ഇത് ഓരോന്നും എടുത്തിട്ട് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല. കാരണം മൂവിങ് ഫോർവേഡ് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആണ് ഇൻ ഡെപ്ത് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പം ജസ്റ്റ് നെയിം പറയുന്നതിനെ കൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു ഇൻകം. ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന ടാക്സ് ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ അതും കുറേ ചോദ്യത്തിൻ്റെ അവസാനമായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ്സ് ആൻഡ് റീഫണ്ട്സ് ആൻഡ് ക്രെഡിറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താ ടാക്സ് ക്രെഡിറ്റ്സിനൊക്കെ ശേഷം എത്ര പേയ്മെൻറ്റ് ചെയ്യണം, ഇനി പേയ്മെൻറ്റിൽ ഇങ്ങോട്ട് റീഫണ്ട് ആണോ കിട്ടുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫൈനലി എത്രയാണ് നമ്മൾ ഓ ചെയ്യുന്നത്, എത്ര കൊടുക്കണം, ഇനി തേർഡ് പാർട്ടി ഇൻവോൾവ് ആണെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഏറ്റവും ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യേണ്ട പോർഷനാണ്. ഇത് ആരാണോ ടാക്സ് പെയർ, നമ്മൾ ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളല്ല, ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളല്ല, ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾ സൈൻ ചെയ്യേണ്ട ഏരിയയാണ് ഇത്. ഓക്കെ. അപ്പം ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളോ ഒരു EA-കാരൻ എവിടെ സൈൻ ചെയ്യേണ്ടത്, അതിനും ഒരു പോർഷൻ ഉണ്ട്. സോ അതാണ് ഇവിടെ വരുന്നത്. നമ്മൾ പെയ്ഡ് ടാക്സ് പ്രിപ്പയർ ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഈ രീതിയിൽ ഒരു 2 പേജുള്ള ഫോം ഫില്ല് ചെയ്യലാണ് മെയിൻലി നമ്മളെ പണി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിക്കും ഇതൊക്കെ ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ടാവില്ലേ, 100% ഇതൊക്കെ ഡിജിറ്റലൈസ്ഡ് ആണ്. പക്ഷേ അഗെയിൻ 2 ഓപ്ഷൻ ഉണ്ട്, പേപ്പർ വൈസ് ചെയ്യുന്നവരുണ്ട്, ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെജോറിറ്റി ഡിജിറ്റലൈസ്ഡ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഫയൽ ചെയ്യാൻ എന്താ പറയുക, നമുക്ക് തന്നെ വലിയ ടെക്നിക്കൽ ബ്രില്യൻസ് ഒന്നും കണ്ടാലും നമുക്ക് തന്നെ ചെയ്തുകൂടെ, ചെയ്താൽ മതി. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും ഭയങ്കര ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്ര പെർസെൻറ്റേജിൻ്റെ മേലെ ആവണം, അങ്ങനെ കുറേ ടെക്നിക്കൽ നോളജസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്നതാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇൻ ഡെപ്ത് മനസ്സിലാക്കി അയാളുടെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇട്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം IRSന് അയച്ചിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പോയി വാദിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം അമേരിക്കയിൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഈ EA അല്ലെങ്കിൽ CPA-കാരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഫോം ഫില്ല് ചെയ്ത് ഫയൽ ചെയ്യുന്നുണ്ടാവുക. ഇനി എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ EA തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, IRSന് മുമ്പിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവുക. സോ ബൈ നൗ നിങ്ങൾക്കൊരു വെയ്ഗ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഫോം ഫില്ല് ചെയ്യലാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും വിഷ്വലൈസ് ചെയ്ത് പഠിക്കണം. കാരണം ഇത് ലോങ് ടേമിലേക്ക് നമ്മളെ തലയിൽ നിൽക്കണം. കാരണം എക്സാം എഴുതുന്ന സമയത്ത് ഇത് ഓർമ്മ വരണം, വേണ്ടേ? അല്ല, എക്സാം കഴിഞ്ഞ് നമ്മളൊരു ഫോം ഒറിജിനലി ജോലിയൊക്കെ കിട്ടി ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഓർമ്മ വേണം. സോ അതിനുവേണ്ടി തന്നെ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ ചിന്തിച്ചിട്ട് വേണം പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിന് എല്ലാവർക്കും അറിയായിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുന്ന സീരീസിലെ ജോയ് ട്രിബ്യാനി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ ഇയാളുടെ ആംഗിളിൽ എന്താണ് ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യാണ്. സോ നമ്മൾ എന്താ പറയുക, EA ഒക്കെ ക്വാളിഫൈഡ് ആയിട്ട് ടാക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ജോയ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, എൻ്റെ ടാക്സ് ഒന്ന് ഫയൽ ചെയ്ത് തരുമോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ വന്ന് ഫയൽ ചെയ്ത് തരുമോ എന്ന് നോക്കുമ്പോൾ ഇരിക്കും നല്ല നമ്മൾ പറയാം. അയാൾക്കൊന്ന് കുറേ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽസ് പ്രിലിമിനറി ആക്ടിവിറ്റീസ് എന്ന് പറയും. നമ്മൾ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അയാളിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ട്. സോ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ അത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രിലിമിനറി വർക്ക് ടു പ്രിപ്പയർ ടാക്സ് റിട്ടേൺസ്. സോ ഒരു ടാക്സ് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താണ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് ഏകദേശം ഇത് കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരു 9 ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ ഇതിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 9 ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഈ ജോയ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ എൻ്റെ ടാക്സ് ഒന്ന് ഫയൽ ചെയ്ത് തരുമോ എന്ന് വെച്ചിട്ട് നമ്മൾ വന്ന് അപ്രോച്ച് ചെയ്യാണ്. സോ നമ്മൾ എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിമിനറി വർക്ക് ടു പ്രിപ്പയർ എ ടാക്സ് റിട്ടേൺ. അതായത് ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇനീഷ്യലി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറേ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവർ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിലിമിനറി വർക്ക് ടു പ്രിപ്പയർ ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനെ 9 ആക്ടിവിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ 9 ആക്ടിവിറ്റീസ് നമ്മൾ ഇൻ ഡെപ്ത് ഇൻ ഡീറ്റെയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇങ്ങനെ 9 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9 ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഒക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് ഉള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയാം. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.